ഹായ് മക്കളെ, അപ്പോൾ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഡിസ്കഷനാണ്. അതേപോലെ തന്നെ ആൻസർ കീ പ്രിപ്പറേഷനാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ തമ്പനയിൽ സാറ് ഒരു ഹാപ്പി ഇമോജിയാണ് ഇട്ടിട്ടുള്ളത്. ഹാപ്പി ഇമോജി ഇടാൻ കാരണം എന്താണ്? നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്? നിങ്ങൾ പറ അല്ലേ. എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഓവറോൾ ഈസി ആണെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഓൾറെഡി ഞാൻ വിചാരിച്ചത് അടുത്ത ലെവലിൽ വരെ ചിന്തിച്ചിരുന്നു. പക്ഷെ ആ ലെവലിലോട്ടൊന്നും ഓൾറെഡി ക്വസ്റ്റ്യൻ പോയിട്ടില്ല. ഒരു നോർമൽ പാറ്റേണിൽ തന്നെ ചോദിച്ചിട്ടുള്ളൂ. 1-2 ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾ കാണാതെ ശ്രദ്ധയിൽപ്പെട്ട് പോയ 1-2 ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതിന് പേടിക്കാനില്ല, ഓർ ക്വസ്റ്റ്യൻ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നോർമലി ഈ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ അഭിപ്രായത്തിൽ, ഓൾ കേരള അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല, 12-13 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നു, ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിളാണ് കേട്ടോ. അല്ലാണ്ട് ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. ഒരു മിഡിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് ചോദിച്ചാൽ മിഡിൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. ഒരു ക്വസ്റ്റിനോ 2 ക്വസ്റ്റിനോ മാത്രം. അതൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ആൻസർ കീ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഇപ്പം നോർമലി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറയുന്നത് സിമ്പിൾ ആണെന്ന് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ മാത്സ് ബി ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി +1 വീഡിയോസ് വരുന്നുണ്ട്, +1 ഇമ്പ്രൂവ്മെന്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് ആളുകളൊക്കെ ആദ്യമായിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കുക. അതിന് മുന്നേ കുറേ പേര് ലാസ്റ്റ് റീസെന്റ് ആയിട്ട് നമ്മളൊരു 10-15 വീഡിയോളം ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യും കേട്ടാ. സാറിന് ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ കമന്റ് ചെയ്യും. സോ നമുക്ക് ഒട്ടും വഴിക്കണ്ട, ആൻസർ കീയിലോട്ട് പോകാം. എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് വാട്ട് ഈസ് ആൻസർ കീ. സോ നോക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നൊക്കെ സാറ് പറഞ്ഞെങ്കിൽ കൂടി നിങ്ങൾ ചാപ്റ്റർ ഡെപ്ത് ആയിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടും കൊണ്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ, നിങ്ങൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്തിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ നോക്കിയാലും മതി. എഫ് ഓഫ് n = 2n എന്നാണ്. എഫ് ഓഫ് n = 2n. മക്കളെ, ഇത് ഡൊമൈനും കോഡൊമൈനും ആക്ച്വലി ഇവിടെ നാച്ചുറൽ നമ്പർ ആണ്. ദാറ്റ് ഈസ് 1 2 3 4 1 2 3 4 അല്ലേ. അപ്പോൾ 1 കണക്ട് ചെയ്യുന്നത് 2-ലേക്കാണ്, 2 3-ക്കാണ്, 3 4-ലേക്കാണ്, 4 ഉണ്ടെങ്കിൽ 5 ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും. സ്വാഭാവികമായിട്ടും ഇതിലുള്ള എല്ലാത്തിനും അപ്പുറത്ത് അല്ലെ ഒരു റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 1 1 എന്ന് പറയാം. അതിനെയാണ് നമ്മൾ 1 1 എന്ന് വിളിക്കാം അല്ലെ. ഇനി ഓൺ ടു പറയുന്നത് എന്താണ്? കോഡൊമൈനിലുള്ള എല്ലാ ആളുകൾക്കും എന്തിനാണോ ഒരു പ്രീ ഇമേജ് ഉണ്ടാണോ? 1-ന് പ്രീ ഇമേജ് ഉണ്ടാ ഇല്ല. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താണ്? 1 1 ആണ്. 1 1 ആണ്, ബട്ട് നോട്ട് ഓൺ ടു. ദാറ്റ് ഈസ് ആൻസർ കേട്ടോ. ആൻസർ ഇവിടെ ടിക്കുന്ന പോലെ ബി ആണ് അതിന്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാം. R142536 അല്ലേ, ബ്ലാ തന്നിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഞാൻ വലിയ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. സിംപ്ലി ആൻസർ കീ അല്ലെ, ഒരു പരമാവധി കീ സെറ്റപ്പേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, സോ ബ്ലാ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ചെക്ക് വെദർ R is bijection or not, justify row answer. എടാ, ബൈജക്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ബൈജക്ഷൻ? 1 1 ഉം ഓൺ 2 കൂടി കഴിഞ്ഞാൽ മാത്രമാണ് ബൈജക്ഷൻ. ഇപ്പോൾ ഇത് ബൈജക്ഷൻ അല്ല, ഇത് 1 1 മാത്രമാണ്. അപ്പോൾ 1 1 ഉം ഓൺ 2 ഉള്ള ഫംഗ്ഷനെ സിംപ്ലി വിളിക്കുന്ന പേരാണ് ബൈജക്ഷൻ. രണ്ടും കൂടിയതെന്ന് പറയുന്നതാണല്ലേ ബൈജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നത് ബൈജക്ഷൻ ആണോ അല്ലേ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ഒരു വെന്ന് വരച്ചു കഴിഞ്ഞാൽ അല്ലേ, ഇതൊരു വെന്ന് വരച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇതൊരു 1 1 ആണ് കേട്ടോ. ആക്ച്വലി ഇത് ബൈജക്ഷൻ അല്ല, ആക്ച്വലി ഇതൊരു 1 1 ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് കേട്ടോ. കാരണം നമുക്കിതൊരു വെന്ന് വരച്ചു കഴിഞ്ഞാൽ സോ 1 2 3 അതുപോലെ 4 5 6 7. അപ്പോൾ 1 4-നെ കണക്ട് ചെയ്യുന്നത്, അതുപോലെ 2 5-നെ കണക്ട് ചെയ്യുന്നത്, 3 6-നെ കണക്ട് ചെയ്യുന്നത് അല്ലേ. അതേപോലെ ബിയിലുള്ള 7-കാരില്ല, ഒരു പ്രീ ഇമേജ് ഇല്ല, അതുകൊണ്ട് ഇത് ഓൺ 2 അല്ല. സോ ദിസ് ഈസ് എ 1 1 ആണ് കേട്ടോ. സിംപ്ലി ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കീ. ഓക്കെ, 1 1 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ എത്ര പേര് എഴുതിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ചില ആളുകൾ ഈ 1-2 ഈ ആദ്യത്തെ 1 2 ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേക്കും ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ ഒരു ബേസിക് ആയിട്ട് ആ ചാപ്റ്റർ നല്ല നോളജ് ഉള്ള ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഒരു കാരണവശാലും ഈ മാത്തമാറ്റിക്സിന്റെ എക്സാം ടഫ് ആണെന്ന് ആരോടും പറയരുത് കേട്ടോ. ഇത് ടഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര മീൻസ് ഇത്രയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. മിനിമം എത്രയെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുക എന്നുള്ളതാണെങ്കിൽ കൂടിയാൽ കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ ഒരു മിനിമം എത്രയെങ്കിലും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ, വരുന്ന കുട്ടികൾക്കൊക്കെ നല്ലതാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ഇതിന്റെ അടി വന്നിട്ട് എന്നെ തെറിയൊന്നും പറയരുത് കേട്ടോ. സോ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കേ. ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് എ സ്ക്വയർ ഈക്വൽ ടു എ, ഇത് നമ്മൾ ഓൾറെഡി a+b ഹോൾ ക്യൂബിൽ എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. ഇത് a+b ഹോൾ ക്യൂബിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഈ ക്വസ്റ്റ്യൻ ഒന്നും സാർ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ സാർ എന്താണ് ഇത്ര എളുപ്പം എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻസ് മാറ്റി നിർത്താം, അങ്ങനെ നോക്കാനാണ് സാർ പറഞ്ഞിട്ട്. അല്ലാണ്ട് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സിമ്പിൾ അല്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി 15% ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും നിങ്ങളുടെ കുട്ടിയുടെ ഹയർ ലെവൽ ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ നമുക്ക് ആ ക്വസ്റ്റ്യനെ മാറ്റി നിർത്താനേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് കുറ്റം പറയാൻ സാധ്യമല്ല കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇതിലൊരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് നിങ്ങൾക്ക് ഔട്ട് ഓഫ് ആയിട്ട് വരുമെന്ന് എനിക്കറിയില്ല, സാർ പറഞ്ഞുതരാം, ചെക്ക് ചെയ്യാം. സോ ഫൈൻഡ് x ആൻഡ് y അല്ലെ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ മാട്രിക്സ് മൾട്ടിപ്ലൈ ദ 2 അല്ലെ, എന്താ പറയുക, പറഞ്ഞോ 2 അതുപോലെ 6 0 2x ഇങ്ങനെ നമുക്ക് കിട്ടും.
പ്ലസ് അടുത്ത മെട്രിക്സ് എന്താടാ എക്സ് പ്ലസ് വൈ 0 1 2 സമം എന്താണ് 8 6 1 8. ഇതൊരു ബേസിക് അഡീഷൻ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആവും അല്ലേ. എക്സ് പ്ലസ് വൈയുടെ സ്ഥലത്ത് എന്താ ഉള്ളത് 2 ആണ് അല്ലേ. സോ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 ആണ്. അതേപോലെ തന്നെ 2x എത്രയാടാ 1 ആണ് അല്ലേ. 2xന്റെ കറസ്പോണ്ടിങ് ആയിട്ട് 1 അല്ലേ. സോ 2x 1 അപ്പൊ 2x സമം 1 അല്ലെ. അപ്പൊ x സമം എത്രയാടാ ഹാഫ് ആണ്. ആ x ഇവിടെ കൊടുക്കുക, ഹാഫ് പ്ലസ് y ഈക്വൽ ടു അല്ലെ. എക്സും വൈ ഒക്കെ എന്താണെന്ന് ചോദിച്ചേ. ശരി. സോ y ഇവിടെ നിർത്തി കഴിഞ്ഞാൽ 2 എടുക്കുക, ഹാഫ് അങ്ങോട്ട് ഉണ്ടായ മൈനസ് ഹാഫ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 എന്താണ് 4 - 1/2 ആണ് ആൻസർ. 3/2 വരും കേട്ടോ. എക്സ് നമുക്ക് കിട്ടുക ഇപ്പം എന്താ കിട്ടിയേ എക്സ് 1/2 കിട്ടി. അതുപോലെ y എന്ത് കിട്ടൂടാ 3/2 കിട്ടും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ജസ്റ്റ് ആഡ് ചെയ്യാൻ മാത്രം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങനെ പോയിക്കോട്ടെ, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ. അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം, കാരണം ചെറിയ സമയം കൊണ്ട് ഫിനിഷ് ചെയ്യാമെന്ന് സാർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുറേ സമയങ്ങൾ ഇതിന് പിന്നാലെ നിൽക്കേണ്ട, അടുത്ത എക്സാമിൽ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഗ്രാഫ് ബിലോ ഡിപ്പ് അല്ലെ. സിമ്പിൾ ആയിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് അല്ലെ. സാർ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ സാർ, ഇതൊക്കെ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് എങ്ങനെ മനസ്സിലായി? എടാ -π/2 to π/2 ഇങ്ങനെ ഗ്രാഫ് വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് കേട്ടോ. അതൊക്കെ ജസ്റ്റ് അങ്ങനെ പഠിച്ചു വെക്കണം. അതൊക്കെ ഓൾറെഡി ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റി പിക്ചറാണ് അതൊക്കെ. അതുപോലെ സിംപ്ലസ്റ്റ് ഫോം, ഇത് എല്ലാവരും കണ്ട ക്വസ്റ്റ്യൻ ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ, √1 + x² എന്ന് പറഞ്ഞത്. സോ ഇതിന്റെ ആൻസർ നമ്മൾ എങ്ങനെ ചെയ്യാം അല്ലെ. നമ്മളിവിടെ ചെയ്യുന്നത് എന്താടാ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എടുത്തിട്ട് അല്ലേ. ഓർക്കുന്നുണ്ടാ നിങ്ങൾ? എക്സ് ടാൻ തീറ്റ പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ √ഓഫ് എന്ത് വരോടാ 1 + tan²θ അങ്ങനെ -1/, ഇങ്ങനെ വരും. നിങ്ങൾക്ക് അറിയാം അല്ലേ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും 1 + tan²θ എന്ന് പറഞ്ഞാൽ sec²θ ആണ്. sec²θ റൂട്ട് ക്യാൻസൽ ആവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എന്ത് കിട്ടൂടാ 1/2 tan ഇൻവേഴ്സ് എക്സ്. കീ ഇതാണ് ഫൈനൽ ആൻസർ 1/2 tan ഇൻവേഴ്സ് എക്സ്. ഓൾറെഡി നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ചാനലുകളും യൂട്യൂബും എല്ലാം ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സിംപ്ലസ്റ്റ് ഫോമിൽ. സോ അതവിടെ നിൽക്കട്ടെ, അടുത്ത സോ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻഡ് ഇൻക്രീസിംഗ് ഇൻ ആർ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ +1 ക്വസ്റ്റ്യൻ, ആക്ച്വലി ഇത് +2 ക്വസ്റ്റ്യൻ അല്ല, ആക്ച്വലി +1 ക്വസ്റ്റ്യൻ ആണ്. +1 നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. x³ കേസ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം അല്ലെ. ഇതൊക്കെ നമ്മൾ +1 പറയുന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ +1 ഈ x³ പിക്ചർ ശരിക്കും അങ്ങനെ ഒരു സാധനം പിക്ചർ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പിക്ചർ. സോ x³ ആണ് എന്ത് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൽ ഫൈൻഡ് ദി ഇന്റർവെൽ ഇൻ ദ ഫംഗ്ഷൻ. ഓൾറെഡി സാർ ഈ ടൈപ്പ് പ്രോബ്ലം ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ. സാർ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടാണ് അല്ലെ. ഇന്റർവെല്ലിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അല്ലേ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? f(x) = x² - 4x + 6 എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ അല്ലേ. ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ആണ്. ഇത് ഏത് ഇന്റർവെല്ലിലാണ് ഇൻക്രീസിംഗ്, ഏത് ഇന്റർവെല്ലിലാണ് ഡിക്രീസിംഗ്, ഇന്റർവെല്ല് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. സോ സിംപ്ലി നമ്മൾ എന്താ ചെയ്യുക പറ, f'(x) കാണാം അല്ലെ. ഇത് ടെക്സ്റ്റിൽ അതേപോലത്തെ ക്വസ്റ്റ്യൻ ഇല്ല, ഇതേ സിമിലർ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. x² എന്ന് പറഞ്ഞാൽ എന്താ 2x ആണ്. -4 × 1 -4 സെപ്പറേറ്റ് കോൺസ്റ്റന്റ് 0, അപ്പോൾ -4 വരിക. സോ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു, f'(x) 0 എന്നാക്കണം, 2x - 4 = 0 എന്നാക്കണം, 2x = 4 ആവും, x = എന്ത് വരും 4/2. സോ x = എന്ത് കിട്ടും മക്കളെ 2. അപ്പോൾ കട്ട് ചെയ്യുന്ന ഇന്റർവെല്ല് നമുക്ക് കിട്ടി അല്ലേ. സോ നമ്മളെ ഇന്റർവെൽ എന്താ -∞ to +∞ ആണ്. കട്ട് ചെയ്യുന്ന ഇന്റർവെൽ എത്രയാടാ 2 ആണ്. സോ 2 ഈസ് ദ ഇന്റർവെൽ. അപ്പോൾ നമുക്ക് രണ്ട് ഇന്റർവെല്ലാണ് കിട്ടുക, ഒന്ന് -∞ to 2 പിന്നെ അത് കിട്ടുക 2 to +∞. സോ രണ്ട് ഇന്റർവെൽ നമ്മൾ എന്ത് ചെയ്യുക, ബോക്സ് ചെയ്യും അല്ലേ. ഇങ്ങനെ വേണമെന്നില്ല, ഇല്ലാണ്ട് സ്ട്രൈക്ക്, കാരണം ഒരു ആൻസർ അല്ലേ ഉള്ളൂ. സോ ഇന്റർവെൽ അതുപോലെ സൈൻ ഓഫ് f'(x). അപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയ കാര്യം ചെയ്യാനുണ്ട്. ഇവിടെ നോക്കാം, 2x - 4 = 0. രണ്ടിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് എന്തെടുക്കാം, 2 നമ്മൾ പുറത്തേക്ക് എടുക്കാം അല്ലെ. 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, 2x - 2 കിട്ടും അല്ലെ, ഈക്വൽ ടു 0. 2 × x 2x - 2. സോ ആ 2x - 2 ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഭയങ്കര എക്സ്പ്ലനേഷനൊന്നും ഞാൻ പോകുന്നില്ലടാ, സിംപ്ലി ഇവിടെ ഇങ്ങനെ കാണിക്കുന്നു മാത്രം. അപ്പോൾ രണ്ട് ഇന്റർവെൽസ് ആണ്, ഒന്ന് -∞ to 2 പിന്നെ ഏതാടാ 2 to +∞. സോ -∞ കോൺസ്റ്റന്റിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന എന്താണ്, പോസിറ്റീവ് ആണ്. ഇപ്പോൾ -∞ 2ന്റെ മുന്നേ ഒരു 1 ആണെന്ന് വിചാരിച്ചാൽ 1 1 - 2 നെഗറ്റീവ് ആ കിട്ടുക. സോ അതെന്ത് കിട്ടുക, നെഗറ്റീവ് ആ കിട്ടുക. സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണ് ആ ഇന്റർവെൽ. 2 to +∞ എന്താണ് 2 ആണ്, 2 പോസിറ്റീവ് ആണ്. അതുപോലെ 2 ഇവിടെ കൊടുത്ത 2 - 2 2നെക്കാട്ടും വലുത് 3 കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ്. സോ ഇതെന്താണ് കിട്ടുക, ഈക്വൽ ടു പോസിറ്റീവ്. ഇതാണ് നമ്മൾ എന്ത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്. ഇത് ഓൾറെഡി യൂട്യൂബിലൊക്കെ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. ആ ഫംഗ്ഷന്റെ ഒരു ചെറിയ മാറ്റം മാത്രമേ കാര്യമായിട്ടുള്ളൂ. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, R to R defined by real number to real number അല്ലേ. f(x) cos. ശരിക്കും ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് പറയുന്നുണ്ട്. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നാണ്. ഓക്കെ, ഓൾറെഡി ഇവിടെ പയ്യിൽ ഇത് കണ്ടിന്യൂസ് ആണ്, ലാസ്റ്റ് ആണ് അത് പറയുന്നത് f ഈസ് കണ്ടിന്യൂസ് (?). സോ ആ ക്വസ്റ്റ്യൻ അങ്ങനെ ഇട്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. ഏത് വാല്യൂലാണ് കണ്ടിന്യൂസും കൺഫ്യൂഷൻ ഉള്ള ആളുകൾ ഉണ്ടാവും. പക്ഷേ f ഈസ് കണ്ടിന്യൂസ് (?) ഉണ്ട്. സോ ഫൈൻഡ് ഇറ്റ്. അപ്പോൾ പൈയിലാണ് ഓൾറെഡി ഇവിടെ എന്ത് കണ്ടിന്യൂസ് എന്നുള്ളത് നമുക്കറിയാം. സോ അതിന്റെ വാല്യൂ ഇതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത്. സോ അതിന്റെ ആൻസർ എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് c - f(x) = ലിമിറ്റ് x → c f(x) അല്ലെ. അപ്പോൾ c-നെക്കാട്ടി ചെറുതെന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കുക, ലിമിറ്റ് x → π ആണ് അല്ലെ. π - അല്ലെ, π-നെക്കാട്ടി ചെറുത് നിങ്ങൾക്ക് അറിയാലോ ഏതാ ഫംഗ്ഷൻ, kx + 1 ആണ്.
കെ എക്സ് പ്ലസ് 1. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താടാ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് ഫംഗ്ഷൻ എന്താ വലുതേതാ കോസ് എക്സ് അല്ലേ. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. സോ കെ ഇൻറ്റു പൈ പ്ലസ് 1 ഈക്വൽ ടു ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിനും കോസ് പൈ. കുറെ പേർക്ക് കോസ് പൈയുടെ വാല്യൂ അറിയാത്ത കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിയില്ല. കോസ് എൻ പൈ മൈനസ് 1 ഓൾ റേസ് ടു എന്നാണ്. അപ്പോൾ പവറിൽ 1 അല്ലേ, കോസ് പൈ എന്ന് പറഞ്ഞാൽ 1 അല്ലേ, അപ്പോൾ ദാറ്റ് ഈസ് -1 അല്ലേ വരിക. സോ നമുക്ക് കെ ഇവിടെ നിർത്തിയ കെ പൈയുടെ വാല്യൂ ഇവിടെ നിർത്തുക. -1 +1 ആണ്ട് പോയാൽ -1. സോ കെ പൈ ഈക്വൽ ടു എന്ത് വരും -2 കെ പൈ അല്ലേ. സോ കെ അല്ലേ ചോദിച്ചേ, കെ ഈക്വൽ ടു -2/π. ദിസ് ഇസ് ആൻസർ. കെ ഈക്വൽ ടു -2/π. വലിയ ടഫ് ഒന്നുമില്ല. ഇതേ സിമിലർ ക്വസ്റ്റ്യൻസ് കുറെ പേര് ചെയ്ത കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവുക. പൈയിൽ കണ്ടിന്യൂസ് ആണെന്നുള്ളത് ഓൾറെഡി പറയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എടുക്കേണ്ടതെന്നൊക്കെ ഓൾറെഡി ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കണ്ട ആളുകൾക്ക് അറിയാം. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത് വാല്യൂ ഓഫ്. സാർ സ്പീഡിൽ ചെയ്യുമ്പോൾ ടെൻഷൻ ആവണ്ട, ജസ്റ്റ് കീ പറഞ്ഞു പോവാണ്. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് ആവശ്യമുള്ള ആളുകൾ സ്ക്രീൻഷോട്ട് അപ്പോൾ അങ്ങനെ പടച്ച് പോയിക്കോട്ടോ. സോ ദ വാല്യൂ ഓഫ് അടുത്ത ക്വസ്റ്റ്യൻ ഇത് നോക്കി ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇന്റഗ്രേഷനിൽ പറയുന്നുണ്ട് e⁻x. ഇത് എല്ലാവരും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്കൂളിലൊക്കെ ചെയ്ത f(x) അതിന്റെ ഡെറിവേറ്റീവ് തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആൻസറിന് വർക്ക്ഔട്ട് ചെയ്യാണ്ട് e⁻f(x + c എന്ന് പറയാൻ പറ്റും. സോ ഒബ്വിയസ്ലി sin x ന്റെ ഡെറിവേറ്റീവ് cos x തൊട്ടടുത്തുണ്ട്. സോ e⁻x നമുക്ക് എന്ത് പറയാം sin x + c. ഇതൊക്കെ എല്ലാവരും ചെയ്ത് കാണണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവാലുവേറ്റ് ഈ ക്വസ്റ്റ്യൻ ഇത് ഡെഫിനറ്റ് ലിമിറ്റിലെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് നല്ല എളുപ്പമുള്ളതായിരുന്നു വന്നിരുന്നത്. ഓൾറെഡി ടെക്സ്റ്റിൽ പറഞ്ഞ ആക്ടിവിറ്റിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ നമുക്ക് ഫംഗ്ഷൻ tan ഇൻവേഴ്സ് അതിന്റെ ഡെറിവേറ്റീവ് 1/1 + x² ഉണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമ്മൾ ടി ആരെ കൊടുക്കും, tan ഇൻവേഴ്സ് x ന് കൊടുക്കും. സോ ഒബ്വിയസ്ലി dt/dx എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1/1 + x². പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവുക, ലിമിറ്റ് ചേഞ്ച് ചെയ്യണ മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് കംപ്ലീറ്റ്ലി മാറ്റുമ്പോൾ tan ഇൻവേഴ്സ് x ഇന്റഗ്രൽ അങ്ങനെ എടുക്കത്തില്ല. tan ഇൻവേഴ്സ് x നമ്മൾ ടി ആ കൊടുത്ത് ടി ഇൻറ്റു 1/, dx അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇൻറ്റു dx ആയി. അപ്പോൾ dt ആയി. അപ്പോൾ എന്ത് വരുവാ, ടി ഇൻറ്റു dt. ഓക്കെ, ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക, ലിമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുക. ലിമിറ്റ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ആളുകൾ ലിമിറ്റ് ഒക്കെ എഴുതി വെച്ചോട്ടോ. സാർ കീ മാത്രം നോട്ട് ചെയ്ത് പറയാം. ലിമിറ്റ് വരിക എക്സ് നിലവിൽ 0 ആണ്. ഇപ്പം ലിമിറ്റ് നിലവിൽ 0 ആണ്. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുക, ടിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ് വരിക ടിയും 0 തന്നെ കിട്ടുക. അതുപോലെ x = 1 ആണെങ്കിൽ t = π/4 ആണ്. സോ ലിമിറ്റ് മാറും, 0 to π/4 ആയിട്ട് ചെയ്യാം. എന്നിട്ട് ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഫൈനൽ ആൻസർ π²/32. കുറേ പേർക്ക് ഇത് കിട്ടിക്കോളണമെന്നൊന്നുമില്ല. കാരണം ഡെഫിനറ്റ് ലിമിറ്റ് ഒന്നും ഇന്റഗ്രേഷൻ അത്രയും നന്നായിട്ട് നോക്കാതെ പഠിക്കാതെ പോയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിന് ആൻസർ കിട്ടിക്കോളണമെന്നില്ല. സാർ അതിന് കുറ്റം പറയുന്നൊന്നുമില്ല, അതൊക്കെ സ്വാഭാവികമാണ്. കാരണം അതൊക്കെ ഇന്റഗ്രേഷൻ്റെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നന്നായി ഡെപ്ത് ആയിട്ട് അറിയുന്ന ഒരാൾ ഇത് തെറ്റിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. സോ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത് a.b a×b θ 1 മാർക്ക് അല്ലേ. ഈ 1 മാർക്കാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറ 1 മാർക്ക് അല്ലേ ശരിക്കും എക്സാം നമ്മൾ വരച്ചത് അല്ലേ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. 7ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ പറയുന്നത്. ഈ 1 മാർക്കാണ് കുറേ പേരെ വരച്ചിട്ടുള്ളത്. സോ 7ാമത്തെ ക്വസ്റ്റ്യൻ a.b = a×b എന്ന് പറയുന്നത് അല്ലേ. ഈ a.b എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താടാ, വെക്ടർ a b cos θ ആണ്. അതുപോലെ മറ്റേത് a×b എന്ന് പറഞ്ഞാൽ എന്താ, വെക്ടർ a വെക്ടർ b × sin θ എന്നാണ്. sin θ എന്നല്ലേ കറക്റ്റ്, sin θ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എപ്പോഴാണ് സെയിം ആവുക, ഇവർ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം cos θ യും sin θ യും എന്താവും അല്ലേ. ഇങ്ങനെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ cos θ sin θ ഈക്വൽ ആയിരിക്കും. therefore നമുക്ക് എന്ത് പറയാം, θ എപ്പോഴാണ് 2 സെയിം ആവും. അതെല്ലാവർക്കും അറിയാം. π/4 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നമ്മൾ ടേബിൾ വരയ്ക്കും പറയാം π/4 അല്ലേ. 45 ഡിഗ്രിയിൽ ഓൾറെഡി ഇത് എന്താവും, കോമൺ ആണ്. സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് π/4 ആണ് കേട്ടോ. π/4 is the answer. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് യൂണിറ്റ് വെക്ടർ ഇൻ ദി ഡയറക്ഷൻ. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. j മിസ്സിംഗ് ഉണ്ട്. കുറെ പേർക്ക് ഇതൊക്കെ തെറ്റി വരാം. സാർ അതൊക്കെ പറയുന്നുണ്ട്. വെക്ടർ എ എന്ന് പറഞ്ഞാൽ j ഇല്ല അല്ലെ, 0j - k. സോ ഒബ്വിയസ്ലി ഇതിന്റെ എന്ത് കാണാം, ആദ്യം മോഡുലസ് കാണാം. മോഡുലസ് കണ്ട റൂട്ട് ഓഫ് എന്ത് വരടാ, 1² + -1². സോ സിംപ്ലി എന്ത് കിട്ടും, √2 ആണ് കിട്ടുക. സോ ഏതൊരു വെക്ടറിന്റെയും യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ആ വെക്ടർ ബൈ എന്താടാ, ആ വെക്ടറിന്റെ മോഡുലസ് ആണ്. ഓക്കെ, അപ്പോൾ ആ വെക്ടർ ഓൾറെഡി എന്താണ്, i + 0j - k. നിങ്ങൾ i - k എന്ന് എഴുതിയാലും ഒന്നും കുഴപ്പമില്ല, √2. ഇതാണ് അതിന്റെ ആൻസർ കീ കേട്ടോ. ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യും. സാർ വലിയ എക്സ്പ്ലനേഷനിലോട്ടല്ല പോകുന്നത്, നിങ്ങൾക്ക് ആൻസർ കീ മാത്രമാണ് പറഞ്ഞെന്ന് പോകുന്നത് കേട്ടോ. എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, ജസ്റ്റ് ആൻസർ കീ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്താൽ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കുക. p of a = 0.8, p of b = 0.5, p of b by a = 0.4. ദെൻ ഫൈൻഡ്. ഇത് ഓൾറെഡി നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഓൾറെഡി ചെയ്തു പോയ ക്വസ്റ്റ്യൻസ് ആണ്. യൂണിറ്റ് വെക്ടർ ഒക്കെ ചെയ്തു പോയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഓൾറെഡി ഇന്നലത്തെ നിങ്ങൾ പ്രോബിലിറ്റിയുടെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹിന്ദി പഠിക്കാൻ വേണ്ടി നമ്മൾ എവിടെ നിന്ന് പഠിക്കണം, p of b by a എന്നാണ് നമ്മൾ പഠിക്കേണ്ടതെന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഇതിന്റെ കീ എന്താ നോക്കാം. സാർ ഇതിന്റെ കീ ഒന്നും എഴുതിയിട്ടില്ല.
പെട്ടെന്ന് വീഡിയോ ഒന്നുകൊണ്ട് ഇതിൻ്റെ കീ ഒന്നും എഴുതിയിട്ടില്ല, പക്ഷെ നമുക്ക് നോക്കാം അല്ലേ. ആ പി ഓഫ് ബി ബൈ എന്നാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക അല്ലെ. കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ് 0.4. സോ പി ഓഫ് കണ്ടീഷണൽ പ്രോബിലിറ്റി പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് എ ആണ്, ദാറ്റ് ഈസ് 0.4 അല്ലെ. നമുക്ക് അവൈലബിൾ ആയിട്ട് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇവിടുന്ന് കിട്ടും. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 0.4 ഇൻറ്റു പി ഓഫ് എ അങ്ങോട്ട് പോയാൽ ഇൻറ്റു പി ഓഫ് എ. പി ഓഫ് എ എന്താടാ 0.8 ആണ്. സോ 8×4 = 32. 0.32 ആണ് ഈ ആൻസർ കിട്ടുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ. പി ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ പ്രോബിലിറ്റി. സോ പി ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ഡിവൈഡ് ബൈ പി ഓഫ് ബി. വാട്ട് ഈസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി? ഓൾറെഡി ഗിവൺ 0.32. പി ഓഫ് ബി എത്രയാണ്? 0.51. 2 പോയിന്റ് ചാടിച്ച് കഴിഞ്ഞാൽ 32/50. കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 16/25. 16/25 ആണ് ആൻസർ. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ചെക്ക് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്. ആ കുട്ടി ആൻസർ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. സോ ഇൻഡിപെൻഡന്റ് ഇവന്റ് കാണാൻ എന്താ പഠിക്കുക? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്താടാ? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്ര കിട്ടിയിട്ടുള്ള മക്കളെ? പി ഓഫ് എ ഇന്റർസെക്ഷൻ 0.32 ആണ് അല്ലേ. 0.3. പി ഓഫ് എ എന്താണ്? 0.8 ആണ്. പി ഓഫ് ബി എത്ര? 0.432 അല്ലേ. 840 ഇൻഡിപെൻഡന്റ് ആണ്. ചെക്ക് വെതർ ഇത് ഇൻഡിപെൻഡന്റ് അല്ലല്ലോ. പി ഓഫ് എ അല്ലേ 840 അല്ലേ, 0.40 അല്ലേ കിട്ടുന്നത്. സോ നോട്ട് ഇൻഡിപെൻഡന്റ് കേട്ടോ. ഇത് ഇൻഡിപെൻഡന്റ് അല്ല, നോട്ട് ഇൻഡിപെൻഡന്റ്. കാരണം കിട്ടുന്നത് 0.32 ആണ്, മറ്റേ 0.45 ആണ്. ഒരിക്കലും 840 ആണ് കേട്ടോ. 40 ആണ്. ഇൻഡിപെൻഡന്റ് അല്ല. ഓക്കെ, സ്ക്രീൻഷോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ മിനിമം നമ്പർ ഓഫ് പെയർ ഓഫ് അല്ലേ. അതൊക്കെ എന്താ? ഷോ ദാറ്റ് ആർ ഈസ് ക്വസ്റ്റ്യൻ എന്താ? 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയോ 9ാമത്തെ ക്വസ്റ്റ്യൻ? ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടെത്തുക. 10ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്രസ്. സാർക്ക് തന്നെ ഇത് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ചിലർ പറയും. സാർ പെട്ടെന്ന് കീ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ തെറ്റ് കീ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടാണ് കേട്ടോ. എക്സ്പ്രസ് ആസ് എ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. ഇത് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും അല്ലേ. എന്താ സിമെട്രിക് അല്ലെ? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. എല്ലാവരും 3/3 ആണ് പ്രതീക്ഷിച്ചത് അല്ലേ. പെട്ടെന്ന് ടെസ്റ്റ് 2/2 അല്ലേ, വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. പി പ്ലസ് ക്യൂ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് എ കിട്ടും. ഇത് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും, കേരളം മൊത്തം ശരിയാക്കിയിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ പ്രൂവ് ദാറ്റ് എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7. ഇത് ഞാൻ ചെയ്യുന്നൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഇവിടെ എ സ്ക്വയർ കിട്ടും, -5 ഇൻറ്റു എ കൊടുക്കുക, പ്ലസ് 7 ഇൻറ്റു I1001. ഇതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും. നമ്മളൊക്കെ ഓൾറെഡി വീഡിയോ പറഞ്ഞ പോയ ക്വസ്റ്റ്യൻസ് ആണ്. സോ ആൻസർ എന്താണ്? 0 വെരിഫൈ ചെയ്തിട്ടുണ്ടാവും. ഇതിലുള്ള 11ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ അതിനോട് നിങ്ങളോട് യോജിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചില ക്വസ്റ്റ്യനോട് ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ മിക്കവാറും നിങ്ങൾ ക്ലാസ്സിലോ സ്കൂളിലോ ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ ട്യൂഷൻ സെൻറ്ററിലോ ഒന്നും ചെയ്യാൻ സാധ്യത കുറവാണ്. സോ അതിൻ്റെ കീ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. അത് ഓക്കെ. ഈ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം. അതിൻ്റെ ഞാൻ ഇവിടെ കീ ഇവിടെ വെച്ചിട്ടുണ്ട്. വേണ്ട ആളുകൾ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിടാ. അതിൻ്റെ കീ ഇതാണ്. സാറിന് നെറ്റിൽ നിന്ന് എടുത്ത് തട്ടിയതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ കീ വരുന്നത് കേട്ടോ. അതിൻ്റെ സൊല്യൂഷൻ എല്ലാവരും സ്ക്രീൻഷോട്ട് ചെയ്താൽ വേണമെങ്കിൽ അതിൻ്റെ കീ. ഓക്കെ, ശരി. കീ അടുത്ത. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ കൂടെയാണ്. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ. കാരണം 11ാമത്തെ ക്വസ്റ്റ്യൻ ഒരു രക്ഷയില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഓൾറെഡി ഉള്ള ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിൽ. ഇത് കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അലമ്പാക്കി ചോദിക്കുന്നുള്ളത്. പക്ഷേ ഇത് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗിവൻ 2 വെക്ടർ ഫോം തന്നിട്ടുണ്ട്. വെക്ടർ ഫോമിലാണ് തന്നത്. ഒബ്റ്റൈൻ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ലൈൻ. എടാ, ഈ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ലൈൻ വെക്ടർ ഫോം ഇവിടെ എന്താണ് പ്രശ്നം വെച്ചാൽ ഇവിടെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ മാർക്ക് ചെയ്തോ, നാളത്തെ നിങ്ങൾക്ക് റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് ടെക്സ്റ്റ് ബുക്ക് എന്താണെന്ന് അറിയില്ല. ഇവിടെ യൂണിറ്റ് എന്ന് പറയണം, അപ്പോഴാണ് ഇത് കറക്റ്റ് ആവുള്ളൂ. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാലല്ലേ ഒരു കുട്ടിക്ക് അത് മനസ്സിലാവുള്ളൂ യൂണിറ്റ് വെക്ടർ ആണെന്ന്. ആക്ച്വലി ഇവിടെ കാണുന്നത് B1 ക്രോസ് B2 ആയിരുന്നു. എന്നിട്ട് അതിൻ്റെ എന്ത് കാണാം? മോഡുലസ് കാണാം. B1 ക്രോസ് മോഡുലസ്. B1 കറക്റ്റല്ല, അതെ, B1 ക്രോസ് B2 സംഭവം ഇതായിരുന്നു. ഇത് സംഭവം മോഡുലസ് കാണാന്ന് പറഞ്ഞാൽ അടിയിൽ മോഡ് വരും അല്ലേ. ഇങ്ങനെയായിരുന്നു അതിൻ്റെ പ്രോസസ്സ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ യൂണിറ്റ് വെക്ടർ യൂണിറ്റ് എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ വെക്ടർ എന്ന് പറഞ്ഞാലും യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാലും രണ്ടല്ലേ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ റൈസ് ചെയ്തോ വേണമെങ്കിൽ കേട്ടോ. സാർ പറഞ്ഞൊരു സാധ്യതയാണ്. ഇനിയിപ്പോൾ എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഡിസ്കഷന് ശേഷം കൊണ്ടുവന്നാൽ മതി കേട്ടോ. എനിക്ക് തോന്നിയതാണ് പെട്ടെന്ന് അവിടെ യൂണിറ്റ് വെക്ടർ ഇടണം എന്നുള്ളത്. വെക്ടർ എന്ന് മാത്രമേ ഉള്ളൂ. അതെന്തോ ഭാഗത്തിനും ബൈ ചാൻസ് ഇനി 2 മാർക്ക് അറ്റൻഡ് ചെയ്തവർക്ക് കിട്ടട്ടെ കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ പെർപെൻഡിക്കുലർ പാസിംഗ് ത്രൂ ദി പോയിന്റ്. സോ അതിനെ കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ അത് നമ്മൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്പറൊക്കെ വേറെയാണ്. പക്ഷേ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ പെർപെൻഡിക്കുലർ ബോത്ത് ലൈൻ അല്ലേ. ഇതിൻ്റെ ഇക്വേഷൻ വരെ എങ്ങനെയാണ്? നിങ്ങൾ B1 ക്രോസ് B2 കാണാം കേട്ടോ. എല്ലാവരും നിങ്ങൾ തന്നെ കണ്ടോടാ. ഈ B1ഉം B20 ക്രോസ് കാണാം എങ്ങനെയാടാ? ഡിറ്റർമിനന്റ് ഉപയോഗിച്ചും കൊണ്ടാണ് അല്ലേ. സോ നമ്മൾ IJ വർക്ക് ചെയ്യണടാ. ടെക്സ്റ്റിൽ 1 - 1 - 2 1 - 1 - 2 3 - 5 - 4. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു വെക്ടർ കിട്ടൂടാ. ഒരു IJ ഉള്ള
IJK ഉള്ള ഒരു വെക്ടർ കിട്ടും. IJK അല്ല ഉത്തരം, IJK ഉള്ള ഒരു വെക്ടർ കിട്ടും. സോ അത് വെച്ചും കൊണ്ട് നമുക്ക് ഇത് എങ്ങനെ ചെയ്യാ വെച്ചാൽ ഇതാണ് നമ്മളെ എന്ത് x മൈനസ് ഇവിടുത്തെ വാല്യൂ 1 ഈക്വൽ ടു y മൈനസ് 2 ഈക്വൽ ടു z മൈനസ് 3. ഇവിടെ എഴുതാനുള്ള നമ്പർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയോ? നിങ്ങളിത് ക്രോസ് പ്രൊഡക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ B1 ക്രോസ് B2 കണ്ടു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഐയും ജെയും കൂടെയുള്ള നമ്പറുകളാണ് എന്ത് ചെയ്യുക ഈ ഡിനോമിനേറ്ററിൽ വരിക. അത് വെക്ടർ ഫോം ആക്കിയിട്ട് എഴുതാൻ പറ്റും. വെക്ടർ r ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യമാണ് കേട്ടോ. അതുപോലെ ഇതൊക്കെ ഓൾറെഡി ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ അതുകൊണ്ട് അത് ടഫൽ ഞാൻ സാർ എന്തെങ്കിലും സിമ്പിൾ എന്ന് പറഞ്ഞത് ഇത് ഓൾറെഡി ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഓൾറെഡി നിങ്ങൾ ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളോട് സ്കൂളിലൊക്കെ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കാം കേട്ടോ. നോർമൽ ട്യൂഷൻ സെന്ററുകൾ എല്ലാം ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ടഫ് എന്നൊന്നും വിളിച്ച് പറയുന്നില്ല. ഇത് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നമ്മളെ കുറ്റം പറയാറായിട്ടില്ല കേട്ടോ. പിന്നെ യൂസിങ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ദി ഏരിയ ഓഫ് റീജിയൻ ബട്ട് ദ എലിപ്സ് ആണ് തോന്നുന്നത് അല്ലേ. എലിപ്സിനെ നമുക്കറിയാം പൈ എ ബി ആണ്. ഇതൊന്നും ആരും തെറ്റിയിട്ടുണ്ടാവില്ല. ഇതൊക്കെ ഓൾറെഡി യൂട്യൂബ് വീഡിയോ ഉള്ളതാണ്. 2 ഇൻറ്റു ബി എത്രയാടാ 3 3 ഇൻറ്റു 2 എന്താടാ 6 പൈ അല്ലെ സെന്റിമീറ്റർ അല്ലെ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക അല്ലേ. 3 ഇൻറ്റു 2 6 പൈ പൈ എ ബി ആണല്ലോ. പക്ഷെ ഇങ്ങനെ ഒന്നല്ല ചെയ്യേണ്ടത്. ഇന്റഗ്രേഷൻ ഉപയോഗിച്ചും കൊണ്ടാണ് വർക്കൗണ്ട്. ഞാൻ ആൻസർക്ക് മാത്രമാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ഇന്റഗ്രേഷൻ ഉപയോഗിച്ചും കൊണ്ട് 0 to 1 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തോളണം കേട്ടോ. 0 to 2 എന്ന് പറഞ്ഞിട്ട് കേട്ടോ. സാർ അടുത്ത ക്വസ്റ്റ്യൻ IJK എന്തി സാർ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ 14ാമത്തെ ക്വസ്റ്റ്യൻ. സാർ ഈ 14 വന്നപ്പോൾ കുറേ പേര് കൺഫ്യൂഷൻ ഉണ്ടായില്ലേ. IJK പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 1 മാർക്ക്. അത് നിങ്ങൾ 1 മാർക്കായിട്ട് കണ്ടാൽ പോരെ. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് യൂസിങ് വെക്ടേഴ്സ്. ഇത് ഓൾറെഡി നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു AB ക്രോസ് AC ആണ്. ഇത് ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ചാനലിൽ വീഡിയോയിലൊക്കെ ചെയ്തതാണ്. സോ AB ക്രോസ് AC നിങ്ങൾ കാണാം. ഇതിൻ്റെ ആൻസർ കണ്ടു കഴിഞ്ഞാൽ AB ക്രോസ് AC കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക √11 ആണ്. സോ ഫൈനൽ ആൻസർ 1/2 √11 ആയിട്ട് കിട്ടും കേട്ടോ. 1/2 √11 ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ എന്നൊക്കെ എഴുതി വെച്ചോ കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഗിവൺ ഐഡന്റിക്കൽ ബോക്സസ്. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തതാണ്. കുറേ പേരുണ്ടാവും സാറ് വീഡിയോ ഒക്കെ ചെയ്തു, ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ലല്ലോ അല്ലേ. സോ ലാസ്റ്റ് സമയത്താണ് സാറ് ചെയ്തത്. എന്നാലും 10-60,000 പേരൊക്കെ വീഡിയോ കണ്ടിരുന്നു മൊത്തത്തിൽ. സോ 15ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഗോൾഡ് കോയിൻ്റെ ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് 2/3 ആണ് കേട്ടോ. 2/3 ആണ്. ഇത് ആക്ച്വലി ഏതാ ക്വസ്റ്റ്യൻ? ബേസ് തിയറം ആണ് കേട്ടോ. ബേസ് തിയറം ആണ്. ഇത് സ്കൂളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ക്വസ്റ്റ്യൻ. അങ്ങനെ മിസ്സാവാൻ ചാൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ടഫാണെന്ന് ഞാൻ ഒരു കാരണവശാലും പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ വന്നടിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് y = cos x + a is arbitrary constant. a കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ. dy/d ഇത് ആക്ച്വലി എന്താണ്? ഇത് സിംപ്ലി നമുക്ക് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെ. ഇതെന്താണ്? ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമ്മൾ ആ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത ആൻസർ ആവും അല്ലേ. y = cos x അല്ലേ. ഇതിനെന്താ പറയുക? പാരാമെട്രിക് ഡിഫറൻസ്. പാരാമെട്രിക് അല്ലല്ലോ, സോറി, ചുമ്മാ ഡിഫറൻഷിയേറ്റ് ചെയ്യുക കേട്ടോ. സോ dy/dx = മെത്തേഡ് കണ്ട് സാർക്ക് മെത്തേഡും മനസ്സിൽ വരുന്നില്ല. sin x കോൺസ്റ്റന്റ് 0 അല്ലേ. സോ ഫൈനൽ ആൻസർ എന്താ? -x sin x അല്ലേ. സോ അവിടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. dy ഇതിൽ കൊടുക്കുക. LHS എന്താ? dy/dx + sin x. ഇത് സിമ്പിൾ ആണെന്ന്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. -sin x ഇവിടെ കൊടുക്കുക +sin x. സോ ആഡ് ചെയ്ത് എന്ത് കിട്ടൂടാ? 0. അതൊക്കെ എല്ലാ കുട്ടികൾക്കും അറിയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ടെക്സ്റ്റിന്റെ ബേസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ കൺസിഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ക്ലാസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മാത്രമല്ല എല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല. എല്ലാവരും ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം ത്രൂ ഔട്ട് x ഇവിടെ ഉണ്ടെങ്കിൽ x കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലെ. x ക്യാൻസൽ ആവും. സോ ഇവിടെ x² ക്യാൻസൽ ആവും. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യുക. p എന്ന് പറഞ്ഞാൽ 2/x കിട്ടും. Q എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? x ഒക്കെ കിട്ടും. ഐഡന്റിഫൈ ചെയ്യും. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഇതിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടുക x² ആണ്. അതെങ്ങനെ കിട്ടിയെന്നൊന്നും സാർ പറയുന്നില്ല. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ മാത്രമേ പറയുന്നുള്ളൂ. x² ആണ് അതിന്റെ ആൻസർ. സോ ഫൈനൽ ആൻസർ y × ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ x² ഇന്റഗ്രൽ q × if ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x³ കിട്ടുക. x³ ഇന്റഗ്രേറ്റ് ചെയ്ത x⁴ + 3. ഇതുവരെയെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും ആ ക്വസ്റ്റ്യൻ കേട്ടോ. ദാറ്റ് ഈസ് എ ജനറൽ സൊല്യൂഷൻ. ഇതിനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ പറയുന്ന 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്, ജനറൽ സൊല്യൂഷൻ. ഇതൊക്കെ ചെയ്യേണ്ട സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാർ സിംപ്ലി കീ മാത്രമേ പറയുന്നുള്ളൂ. സാർ ഇത് പറഞ്ഞിട്ട് എൻ്റെ ഒരു അവലോകനമൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ x = ct y = c/d find d²/dx². അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പ്രശ്നം വെച്ചാൽ d²y/dx² ഒരു ഫോർമുല ഉണ്ട് അല്ലേ. ഇവിടെ പാരാമെട്രിക്കലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഒരു ഫോർമുല അറിയാവുന്നതാണ്. d²y/dx² എന്ന് പറഞ്ഞാൽ dy/dt ഓഫ് dy/dx ഇൻറ്റു പിന്നെ ആ dx/dt തലതിരിച്ചതാണ് ഏത് dt/dx. ഇതാണ് ഫോർമുല. സോ dy/dx നിങ്ങൾ ഇവിടുന്ന് കണ്ടോളണം. പാരാമെട്രിക്കിൽ എങ്ങനെ dy/dx കാണാം ഒന്ന് പറഞ്ഞേ. dy ഇതിനൊന്നും കീ നിങ്ങൾക്ക് അവൈലബിൾ ആയില്ല. അതൊക്കെ ഇവിടുന്ന് ലൈവായിട്ട് തന്നെ സാറ് ചെയ്യുന്നത് കേട്ടോ. dy/dt ഓഫ് dx/dt ആണ്. ഓക്കെ. സോ ഇവിടെ നമുക്ക് കാണാമല്ലോ y = c/t ആണ്. സോ dy/dt എത്രയാടാ? കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവ് 1. സോ c ആണ് ഇവിടെ കിട്ടുക അല്ലേ. 1/t 1/x ആകുമ്പോൾ 1/x -1/x² അല്ലേ സാർ എഴുതി തെറ്റി അല്ലേ. സോ കോൺസ്റ്റന്റ് ഇൻറ്റു 1/t എന്നല്ലേ. സോ ആൻസർ കോൺസ്റ്റന്റ് ഇൻറ്റു 1/x ഡെറിവേറ്റീവ് -1/x² കേട്ടോ. സോ -c/x².
കറക്റ്റ് ചെയ്യണം, മൈനസ് സി ബൈ എക്സ് സ്ക്വയർ. സോ അതേപോലെ തന്നെ ഡി എക്സ് ബൈ ഡി ടി ഞാൻ ഇവിടെ ചെയ്യാം. ഡി എക്സ് ബൈ ഡി ടി സി ഇൻറ്റു ടി, ടീൻ്റെ ഡെറിവേറ്റീവ് 1 അല്ലേ, സോ സി ആണ് കിട്ടുക. സോ ഇവിടെ കൊടുത്ത ഡി വൈ ബൈ ഡി ടി ഇവിടെ കൊടുത്ത മൈനസ് സി ബൈ എക്സ് സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ സി അല്ലേ, സി ബൈ 1. ന്യൂമറേറ്റർ ക്യാൻസൽ, സോ സി ബൈ 1 എല്ലാം പോയി. സോ ഫൈനൽ ആൻസർ എന്ത് കിട്ടൂടാ, മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ് അതിൻ്റെ കീ കിട്ടുക. സോ ഡി വൈ ബൈ ഡി എക്സ് അത് നേരെ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുക. സോ ഡി വൈ ബൈ ഡി ടി ഓഫ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എന്താ, ഡി ടി ബൈ ഡി എക്സ്. ഡി എക്സ് ബൈ ഡി ടി എവിടെയെങ്കിലും എടുക്കണ്ട, ഡി എക്സ് ബൈ ഡി ടി നേരത്തെ അടിച്ചാൽ 1 ബൈ സി, റെസിപ്രോക്കൽ കണ്ടാൽ മതി 1 ബൈ സി. സോ ഇതിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യലാണ് അതിൻ്റെ ആൻസർ കേട്ടാ. പിന്നെ അടുത്ത ക്വസ്റ്റൻ ആണ് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ദി ഫോളോയിങ് എക്സ് റേസ് 1/3 y റേസ് 1/3 ഈക്വൽ ടു a റേസ് 1/3. ഇത് ഓൾറെഡി ടെക്സ്റ്റിലുള്ള ക്വസ്റ്റൻ ആണ്. ഇത് ഓൾറെഡി ക്വസ്റ്റൻ എന്താ വെച്ചാൽ എക്സ് റേസ് 2/3 പ്ലസ് y റേസ് 2/3 ഈക്വൽ ടു a റേസ് 2/3 എന്നായിരുന്നു ക്വസ്റ്റൻ ഉണ്ടായിരുന്നത്. പക്ഷെ അത് 2/3ക്ക് പകരം 1/3 ആയെന്ന് മാത്രമേ ഉള്ളൂ. ഇതും നമുക്ക് എന്ത് ചെയ്യാം, സിംപിളി ഡിഫറൻഷിയേറ്റ് ചെയ്യാം കേട്ടോ. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ്. സോ അതിൻ്റെ ആൻസർ കീ ഇതിലില്ല. ആൻസർ കീ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യണം മക്കളെ, സ്ക്രീൻഷോട്ട് ചെയ്താൽ ചെയ്തതാണ്. അപ്പം നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ചുമ്മാ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ഇൻറ്റു അല്ലേ എക്സ് റേസ് ടു തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ വരും 1/3 ഇൻറ്റു എക്സ് റേസ് ടു 1/3 മൈനസ് 1 പ്ലസ് 1/3 ഇൻറ്റു വൈ റേസ് ടു 1/3 മൈനസ് 1 പിന്നെ ഡി വൈ ബൈ ഡി എക്സ് വൈ ഉള്ളതുകൊണ്ട് ഡി വൈ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. സോ ആ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടൈം ലെഫ്റ്റ് ഹാൻഡ് 1/3 മൈനസ് 1 കാണാം. സോ സൈഡിൽ കണ്ടെച്ചാൽ മതിയായിരുന്നു അല്ലേ. സോ 1 മൈനസ് 3/3 സോ മൈനസ് 2/3. ഓക്കെ, അതൊക്കെ ക്യാൻസൽ ആയി പോയിക്കോളും. സോ 1/3 ഇൻറ്റു വൈ റേസ് ടു മൈനസ് 2/3 ഡി വൈ ബൈ ഡി എക്സ് സമം ഇത് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ 1/3 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൈനസ് 1/3 അല്ലേ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൈനസ് 1/3 എക്സ് പവർ എന്ത് വരോടാ മൈനസ് 2/3. ഇത് സിംപ്ലിഫൈ ചെയ്താണ്. സോ ആരൊക്കെ ക്യാൻസലായി 1/3 ക്യാൻസൽ. സോ ഡി വൈ ബൈ ഡി എക്സ് ആണ് ഫൈനൽ കീ. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു മൈനസ് 2/3 വൈ റേസ് ടു മൈനസ് 2/3 അല്ലേ. പവേഴ്സ് ഒക്കെ സെയിം അല്ലേ, പവേഴ്സ് ഒക്കെ സെയിം ആണെങ്കിൽ ഇവിടെ ഒരു മൈനസും കൂടെ ഉണ്ട് അഡീഷണൽ അല്ലേ. ഇത് വേണമെങ്കിൽ നേരെ തിരിച്ചിട്ട് പവേഴ്സ് പോസിറ്റീവ് ആക്കിയിട്ടൊക്കെ എഴുതാം കേട്ടോ. മൈനസ് വൈ ബൈ എക്സ് ഈക്വൽ ടു പവേഴ്സ് എന്ത് ചെയ്യാം പോസിറ്റീവ് ആയിട്ട് ഇങ്ങനെ ഒരു കീ എഴുതലൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആ പ്രോബ്ലം ഞാൻ വല്ലാണ്ട് ഡെപ്തിൽ പറയുന്നില്ല. ദാറ്റ് ഇസ് എ ഫൈനൽ കീ. സോ സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഒരു ഫംഗ്ഷന്റെ പവറിൽ വേറൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ പറ മക്കളെ അല്ലേ, ഇതെന്താ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. എല്ലാവർക്കും അറിയാലോ ഒരു ഫംഗ്ഷന്റെ മുകളിൽ വേറെ ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. സോ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആൻസർ എന്താ, ഫൈനൽ ആൻസർ ഇതാണ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ഓൾ കോസ് എക്സ് ഇൻറ്റു കോട്ട് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് കേട്ടോ, സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. സോ ദിസ് എ ഫൈനൽ കീ. ഓക്കെ, ഞാൻ ഫൈനൽ കീ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, അതൊക്കെ ഓൾറെഡി കോമൺ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. സോ കൺസിഡർ ദി സിസ്റ്റം ഓഫ് ലൈൻസ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എല്ലാവരും അല്ലേ ഒരിക്കലും നമ്മളെ കുഴപ്പിച്ചിട്ടില്ല. ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഞാൻ പറയാം, ഇത് 40 ആണ്. എത്ര പേർക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല, ചില ആളുകൾക്ക് തെറ്റിയിട്ടുണ്ടാവും, സങ്കടമാവണ്ട. സോ എക്സും വൈയും സെറ്റും ഞാൻ പറയാം. എക്സ് 1 കിട്ടുക, വൈ കിട്ടുക 2 ആണ്, സെഡ് കിട്ടുക -1 ആണ്. എത്ര പേർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കമന്റ് ചെയ്യുക. അതുപോലെ ഇവാലുവേറ്റ് അല്ലേ എക്സ് ബൈ എക്സ് പ്ലസ് 1 പാർഷ്യൽ ഫ്രാക്ഷൻ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ആൻസർ അല്ലേ എക്സ് ബൈ 1 ബൈ അല്ലേ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്തേ ഇന്റഗ്രലിനെ മാറ്റും അല്ലേ എക്സ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 സമം എന്ത് കിട്ടൂടാ എ ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ബി ബൈ എക്സ് പ്ലസ് 2 അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യും, ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എന്ത് കിട്ടും എക്സ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എന്ത് കിട്ടും എക്സ് പ്ലസ് 1. ഇക്വേഷൻ നമ്പർ ഇതിന് 1 എന്നോ ഇതിന് 2 എന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അതിൽ എക്സിൻ്റെ എയുടെയും ബിയുടെയും വാല്യൂ കൊടുക്കും. എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യും. സോ ആൻസർ നമുക്ക് എന്ത് കിട്ടും ലോഗിൽ കിട്ടും. ഓൾറെഡി നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത് മിക്കവാറും. ഇതൊക്കെ സ്കൂളിൽ കോമൺ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കിട്ടിക്കാണാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് അല്ലേ. സോ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്, ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം എക്സിന്റെ ഒക്കെ കൂടുതലുള്ള നമ്പറിന്റെ പകുതി -6/2 എത്ര കിട്ടുക -3 അതിന്റെ സ്ക്വയർ എത്രയാണ് 9. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം +9 ആഡ് ചെയ്യും, -9 സബ്ട്രാക്ട് ചെയ്യും. അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇതിനെ എന്താക്കാൻ പറ്റുമോടാ, ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ ഫൈനൽ കീ വരുന്നതാണ് 1/2. ഇത് എങ്ങനെ വരുന്ന അറിയോ, ഇന്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് പാറ്റേൺ ആവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം 1 ബൈ എ ടാൻ ഇൻവേഴ്സ് അല്ലേ 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. സോ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ആൻസർ ആണ് 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 3 2 പ്ലസ് സി. ഇതാണ് അതിൻ്റെ ആൻസർ കീ കിട്ടുക. കീ ഒക്കെ നോട്ട് ചെയ്തോട്ടാ, കീ പ്രൊഡാക്റ്റ് പഠിച്ചു പോയിക്കോ. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഇതിൽ തന്നെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് മോഡുലസിന്റെ ക്വസ്റ്റ്യൻ. ഇതും ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യാണ് ഓൾറെഡി ക്വസ്റ്റ്യനിലുള്ളതാണ്. ഞാൻ എൻ്റെ അവലോകനം ലാസ്റ്റ് പറയാം മക്കളെ.
സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം മോഡുലസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ, ഒന്ന് 0 ആ കോൺസ്റ്റന്റ് എക്സ് 1 സ്പ്ലിറ്റ് ആവുക. സോ 0 to 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയതാണ് നമ്മൾ ഇതിനെ 1 - x എന്ന് പറയും, dx എന്ന് പറയും, പ്ലസ് പിന്നെ 1 to 4 അല്ലേ, അപ്പർ ലിമിറ്റ് ഏത് വരെയാണ് 4 വരെയാണ്, 1 to 4. അപ്പോൾ 1 - x ഇവിടെ എന്താക്കും x - 1 dx. ഓക്കെ, സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്റഗ്രേറ്റ് ചെയ്ത് 8 വരും, ഇത് 3 വരും. സോ ഫൈനൽ ആൻസർ എന്താ കിട്ടുക 5 ആണ്. ഓക്കെ മക്കളെ ഇടം നോക്കടാ, അതിൻ്റെ കട്ടായി. ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് എന്താണ് ഗ്രാഫാണ്. ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും, ഓൾറെഡി എല്ലാവരും ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് വരുന്നല്ലേ ഇങ്ങനെ 2 ഗ്രാഫ് അല്ലേ, സോറി നല്ല ഗ്രാഫ് എന്നടാ ഇങ്ങനെ ഒരു ഗ്രാഫ് ആവും, എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ സെൻറ്റർ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ. കട്ടിംഗ് പോയിന്റ് ആണ്, എല്ലാവരും തെറ്റാണെങ്കിൽ ചാൻസ് 4-3 ആണ് കട്ടിംഗ് പോയിന്റ്. എത്ര പേര് ശരിയാണെന്ന് മെസ്സേജ് ആയിട്ട് അയക്കണം കട്ടിംഗ് പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ ഈ 4-3 ഒക്കെ നമ്മൾ ടേബിളൊക്കെ വരച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 × x എത്ര കിട്ടടാ 3 × 4 പ്ലസ് അതുപോലെ 4 × 3. സോ 3 × 4 12 പ്ലസ് 4 × 3 12 അല്ലൊക്കെ 12 തന്നെ കിട്ടുന്നത്. 4 3 12 12 24. 24 ആണ് അറ്റ് ദി പോയിന്റ് എന്താണ് 4,3 ആണ് അതിൻ്റെ മാക്സിമൈസ് വാല്യൂ. മാക്സിമൈസ് തന്നെ വിചാരിക്കുന്നത് മാക്സിമം വാല്യൂ തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് വരച്ചിട്ടില്ല. 4-3 ആണ് എന്തായാലും കൃത്യമായിട്ട് പോയിന്റ്. ജസ്റ്റ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക, വരക്കുക. ഓൾറെഡി നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ആണ്, ക്ലാസ്സിലൊക്കെ വർക്കൗട്ട് ചെയ്ത് എല്ലാ കുട്ടികളും ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലം. അപ്പോൾ ഒരു കാരണവശാലും ഇത് സിമ്പിൾ അല്ല, അത് ടഫാണെന്ന് നമുക്ക് പറയാനില്ല. ഇനി മൊത്തത്തിൽ സാറിൻ്റെ അവലോകനം സാറ് പറഞ്ഞുതരാം. ചില ക്വസ്റ്റ്യനുകൾ എന്തുണ്ട് 1 മാർക്ക് പോലത്തെ പൊടി ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ട്. അത് ഓൾറെഡി ഗവൺമെന്റ് നമുക്ക് ഡയറക്ഷൻ തന്ന പോലെ തന്നെ ഒരു 15% നമുക്ക് അതിനായിട്ട് മാറ്റി നിർത്താം. അങ്ങനെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇന്ന് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ അവലോകനം ഒരു ഏവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ഒരിക്കലും ടഫും അല്ല, ഒരിക്കലും വളരെ സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ മുൻ വർഷങ്ങളെ സംബന്ധിച്ച് അത്ര കണ്ടല്ല. എൻ്റെ ഒരു ലെവൽ വെച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ആവറേജ് നല്ല ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഗവൺമെൻറ് വേണമെങ്കിൽ ഒരു നന്ദിയൊക്കെ പറയാം, ഒരു കുഴപ്പമൊന്നുമില്ല, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം രക്ഷപ്പെടാനുള്ള മാർക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും ഇതിൽ രക്ഷപ്പെടാനുള്ള മാർക്കുണ്ട്. ഫുൾ മാർക്ക് കിട്ടാനുള്ള മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയാണ് എനിക്ക് 1-2 ഡൗട്ട് ഉള്ളത്. കാരണം നമുക്ക് ഓപ്ഷണലി ക്വസ്റ്റ്യനുകൾ ഉണ്ടായതുകൊണ്ട് അവർ ബുദ്ധിപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അല്ലാത്ത ആളുകൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതിനെ കുറിച്ച് എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം കുറച്ചൊക്കെ ഒരു ആവറേജ് ലെവലൊക്കെ പഠിച്ച ആളുകൾക്ക് ഫുൾ മാർക്ക്, എല്ലാവരും ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഒബ്വിയസ്ലി ചെറുതായിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു ബിലോ ആവറേജുകാരന് ഇത് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല, ഒരു മിഡിൽക്കാരനും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ടോപ്പ് സ്റ്റുഡൻറ്റിന് ചില സമയത്ത് 1-2 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെൻഷൻ തപ്പിപ്പോഴുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവും. അതല്ലാത്ത കേസിൽ ഓവറോൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ് ഹാപ്പിയാണ്. ഞാൻ ഹാപ്പി ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത്. ഇനി നിങ്ങളുടെ കമൻറ്റ്, നിങ്ങൾക്ക് എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ടുള്ളതെന്ന് ജീനിയസ് എന്താ പറയുക സീരിയസ് ആയിട്ട് എഴുതിക്കോ, കമൻ്റ് ആയിട്ട് എഴുതുക, വൃത്തിയോടൊന്നും എഴുതിട്ടാ. നല്ല വൃത്തിയുള്ള നല്ല വേർഡ്സിൽ എഴുതാം, നല്ല കുട്ടികളാണ് നിങ്ങൾ. അതുപോലെ സാർ ഒരുപാട് ചാപ്റ്റർ 10-13 ചാപ്റ്റേഴ്സ് അല്ല ഞാൻ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി വന്നിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ നിങ്ങൾ പറ. നിങ്ങൾ എന്നിട്ട് വീഡിയോ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടിയ മെച്ചം എന്നുള്ളതൊക്കെ കംപ്ലീറ്റ് വീഡിയോയുടെ അടിയിൽ കമൻസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും രേഖപ്പെടുത്തുക. സോ ടെൻഷൻ ആവണ്ട, നീ ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇനി അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക. ഓക്കേടാ. സോ +1 ഇമ്പ്രൂവ്മെന്റ് എല്ലാ ക്ലാസ്സുകളും വരുന്നുണ്ട്. സോ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് തരിക. ഞാൻ ആൻസർക്ക് പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ എന്നല്ലാണ്ട് ചുമ്മാ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സാം കഴിഞ്ഞാൽ ചത്ത കുട്ടറ ചാറൊക്കെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. കീ മാത്രമേ നമുക്ക് അറിയുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റു ചാനലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കയറി കണ്ടോ, ഒന്നും സാർക്ക് കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും സ്നേഹം മാത്രം. ബൈ ബൈ.